ഇപ്പോൾ പെട്ടെന്നൊരു ഹലാൽ ഹോട്ടലുകൾ എങ്ങനെ വന്നു? അപ്പോൾ അതൊരു നിഷ്കളങ്കമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി വന്നതല്ല. ജനങ്ങളെ ഭിന്നിപ്പിക്കാനും മതപരമായി തമ്മിലടിപ്പിക്കാനും സംഘർഷം ഉണ്ടാക്കാനും ശ്രമിക്കുന്ന ഛിദ്രശക്തികളാണ് ഇതിന് പിന്നിൽ. RSS സമൂഹത്തെ ആകെ മതപരമായി ചേരിതിരിക്കാൻ ശ്രമിക്കുന്ന പ്രചരണങ്ങൾ എപ്പോഴും നടത്താറുണ്ട്. ഹലാൽ വിവാദം വീണ്ടും കേരളക്കരയിൽ ചർച്ചകളിൽ നിറയുകയാണല്ലോ. അത് നിരോധിക്കണം എന്ന് നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ എന്താണ് ഈ ഹലാൽ ശർക്കര, എന്താണ് ഹലാൽ സാമ്പാർ എന്ന് നിങ്ങൾക്ക് പറയാനാകണമല്ലോ. എന്താണ് ഹലാൽ സാമ്പാർ? ഈ ഹലാൽ വിവാദത്തെ ചൊല്ലി ഒരുപാട് പേർ തെറ്റിദ്ധരിക്കുന്നുമുണ്ട്. എന്നാൽ ഇതിന്റെ ഏറെക്കുറെ നിജസ്ഥിതി വ്യക്തമാകുന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസ് ചാനൽ സംഘടിപ്പിച്ച ചർച്ച വളരെ പ്രസക്തമാകുകയാണ്. ഈ വേളയിൽ ഹലാൽ ഭക്ഷണത്തിന്റെ ഭാഗമായി ഇപ്പോൾ തുപ്പിക്കൊണ്ടിരിക്കുന്നു എന്നും താങ്കൾ പറഞ്ഞല്ലോ. ഹലാലും തുപ്പലും തമ്മിലുള്ള ബന്ധം എന്താണ്? അല്ല, ഇതൊക്കെ ചോദിക്കേണ്ടത് ആ തുപ്പിയ ഉസ്താദിനെ വിളിച്ച് എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യം. അതെങ്ങനെയാണ്? അതിൽ പ്രശ്നമുള്ളത് നിങ്ങൾക്കാണ്. നിങ്ങൾക്കാണ് ഇതിൽ പ്രശ്നമുള്ളത്. ഇത് ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണകൾ മാറ്റിയ ഷാനി പ്രഭാകരന്റെ ആ മികച്ച അവതരണം നമ്മൾ ഏറെ പ്രശംസിക്കേണ്ടിയിരിക്കുന്നു. കൃത്യമായി ഈ വിഷയം പഠിച്ചുകൊണ്ട് BJP പ്രതിനിധിയുടെ ഉള്ളിലിരിപ്പ് വ്യക്തമാക്കിയ ആ ചർച്ച ഇനിയും കേൾക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും കേൾക്കുക. തുപ്പി എന്ന് പറയുന്നതും ഊതി എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. അത് താങ്കൾക്ക് അറിയാത്തതല്ല. ഞങ്ങളെല്ലാവരും തുപ്പുന്നതിനാണ് തുപ്പുക എന്ന് പറയുന്നത്. ഊതുന്നതിന് ഊതുക എന്ന് തന്നെ പറയും. അല്ല, ഊതുമ്പോ അതിനകത്ത് എന്താ തുപ്പലിന്റെ അംശങ്ങളില്ലേ? ഉണ്ടാകണമെന്ന് നിർബന്ധമില്ലല്ലോ. ഇല്ല, അത് വരില്ല എന്ന ശ്രീ സുരേഷ്, BJP സംസ്ഥാന അധ്യക്ഷൻ അടക്കം പങ്കുവെച്ച ദൃശ്യം കാസർഗോഡ് ജില്ലയിലെ ഉള്ളാൾ ദർഗയിൽ നിന്നുള്ളതാണ്. അവിടെ ഭക്ഷണം തയ്യാറാക്കിയ ശേഷം മന്ത്രി ചൂതുന്ന ദൃശ്യങ്ങളാണ് ഇത്തരത്തിൽ തുപ്പുന്നു എന്ന നിലയിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് എന്നാണ് ഇതുവരെയുള്ള വ്യക്തമായ സ്ഥിരീകരിക്കാവുന്ന വിവരം. ഭക്ഷണ സാധനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ആചാരം നിർവഹിക്കുന്നത്, മന്ത്രോച്ചാരണങ്ങൾ, ജപം ചൊല്ലുന്നത്, ഊതുന്നത് ഒക്കെ എല്ലാ മതത്തിലുമുണ്ട്. അവിടെ ഇതിനെ ഹലാലുമായി കൂട്ടിക്കുഴയ്ക്കുന്നതിന്റെ സാഹചര്യം കൂടി ഒന്ന് പറയാമോ? എന്താണ് ഹലാലും തുപ്പലും തമ്മിലുള്ള ബന്ധം? ആ ചർച്ചയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ ഇതാ. നമസ്കാരം, കൗണ്ടർ പോയിന്റിലേക്ക് സ്വാഗതം. എല്ലാ വിഭാഗം ആളുകളും സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും കഴിയുന്ന സമൂഹമാണ് നമ്മുടേത്. അങ്ങനെ തന്നെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന നാടുകൂടിയാണ് നമ്മുടേത്. രുചി വൈവിധ്യങ്ങൾക്കപ്പുറം നമ്മൾ ഇതുവരെ ഭക്ഷണത്തിൽ രാഷ്ട്രീയം കലർത്തിയിട്ടില്ല, മതം കലർത്തിയിട്ടില്ല, വർഗീയതയെ അടുപ്പിച്ചിട്ട് കൂടിയില്ല. അവിടെയാണ് ഹലാൽ സമ്പ്രദായം നിരോധിക്കണം എന്നാവശ്യപ്പെട്ട് BJP രംഗത്തിറങ്ങിയിരിക്കുന്നത്. ആദ്യം ശ്രീ സുരേഷ്, ഹലാൽ സമ്പ്രദായം നിരോധിക്കണം എന്ന് BJP ആവശ്യപ്പെട്ടിരിക്കുകയാണല്ലോ. എന്താണ് ഈ ഹലാൽ സമ്പ്രദായം? ഷാനി, ഹലാൽ സമ്പ്രദായം നിരോധിക്കണം എന്ന് BJP ആവശ്യപ്പെടുമ്പോൾ, കാരണം ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ള ചില വീഡിയോകളും അതോടൊപ്പം തന്നെ കുറച്ച് നാളുകളായിട്ട് കേരളത്തിൽ വളർന്നു വരുന്ന മതമൗലിക വ്യക്തിത്വം സ്ഥാപിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുടെ പരിശ്രമവും ഒരുമിച്ച് കൂട്ടി വായിക്കേണ്ടതാണ്. കാരണം കേരളത്തിൽ ഇന്ന് പൊതുസമൂഹത്തിന്റെ വേഷം രീതി മാറുന്നു, കോലം മാറുന്നു, ഭാഷ മാറുന്നു, ആഹാരം മാറുന്നു. അതിലൊക്കെ മതപരമായിട്ടുള്ള ഐഡന്റിറ്റി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു രീതിയാണ് കുറച്ച് നാളുകളായിട്ട് കേരളത്തിൽ ശക്തി പ്രാപിക്കുന്ന ഹലാൽ ഭക്ഷണം. ഈ ഹലാൽ ഭക്ഷണത്തെ സംബന്ധിച്ച് ഏറെ നാളുകളായിട്ട് വിവാദങ്ങളും സംശയങ്ങളും ആൾക്കാർക്കുണ്ടായിരുന്നു. പക്ഷെ അടുത്ത ദിവസമായിട്ട് ഉസ്താദ് ഊതുകയോ തുപ്പുകയോ ചെയ്ത സാധനം ഇവിടെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ ഈ ഹലാൽ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തികളാണ് എന്നുള്ളത് പൊതുസമൂഹത്തിന് ബോധ്യം വന്നിരിക്കുന്നു. അപ്പം ഞങ്ങൾ അതിനെ കാണാൻ ശ്രമിക്കുന്നത് കേവലം അതിൽ ഊതിയോ തുപ്പിയോ എന്നുള്ളതിനപ്പുറം ഇത് ഒരു മതപരമായി ഇവിടുത്തെ ഭക്ഷണ രീതിയിൽ മതം കൊണ്ടുവരാൻ, മതാന്ധരായിട്ടുള്ള ആൾക്കാർ മതപരമായിട്ട് ഭക്ഷണത്തെ വേർതിരിക്കുന്നു, ആ ഭക്ഷണമുണ്ടാക്കുന്ന തൊഴിലാളികളെ മതപരമായിട്ട് വിവേചിക്കുന്നു, അങ്ങനെ സ്വതന്ത്രമായിട്ട് തൊഴിലെടുക്കാനുള്ള ഒരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു പൗരന്റെ അവകാശത്തിന്മേൽ മതവിവേചനം കൊണ്ടുവരുന്നു, സ്വതന്ത്രമായി ഭക്ഷണം കഴിക്കാനുള്ള ജനങ്ങളുടെ അവകാശത്തിന്മേൽ മതവിവേചനം കൊണ്ടുവരുന്നു. ഈ മതവിവേചനം കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് മത നേതാക്കന്മാർക്കിടയിൽ വിരുദ്ധാഭിപ്രായങ്ങളുണ്ട്. സുന്നി വിഭാഗം അതിനെ പിന്തുണയ്ക്കുന്നു, തുപ്പിയുന്നതിനെയോ ഊതുന്നതിനെയോ പിന്തുണയ്ക്കുന്നു. മറ്റൊരു വിഭാഗം അങ്ങനെ അല്ല എന്ന് പറയുന്നു. അതൊക്കെ ശരിയാണ്. ശ്രീ സുരേഷ്, ഓരോ മതവിഭാഗത്തിന്റെയും പ്രത്യേകതകൾ അവർ തീരുമാനിക്കട്ടെ. അതിനുള്ള അവകാശവും സ്വാതന്ത്ര്യവും നൽകുന്ന ഭരണഘടനയുള്ള രാജ്യമാണ് നമ്മുടേത്. ഇന്ത്യ എന്ന രാജ്യത്ത് ഏത് തരത്തിലും സ്വന്തം മതവിശ്വാസം സ്വീകരിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അവകാശം ഓരോ ഇന്ത്യൻ പൗരനുമുണ്ട്. അതുകൊണ്ട്
ഓരോ വിശ്വാസത്തെയും നമ്മൾ ജഡ്ജ് ചെയ്യാൻ പോകുന്ന അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ചത് ഹലാൽ സമ്പ്രദായം നിരോധിക്കണം എന്നാണല്ലോ BJPയുടെ ആവശ്യം. എന്താണ് ഈ ഹലാൽ സമ്പ്രദായം? അല്ല, ഹലാൽ സമ്പ്രദായം എന്താണ് എന്ന് ചോദിച്ചാൽ മൃഗങ്ങളെ ഭക്ഷണത്തിനായിട്ട് ഇറച്ചി വെട്ടുന്ന സമയത്ത് പാലിക്കേണ്ട ആചാര പ്രക്രിയകളെ സംബന്ധിച്ച് ഹദീസുകളിൽ പറഞ്ഞിരിക്കുന്ന ചില ആചാരങ്ങൾ പ്രകാരം മുസ്ലിങ്ങൾ അവലംബിക്കുന്ന രീതിയാണ്. ആ അവലംബിക്കുന്ന രീതി മുസ്ലിം ആചാരപ്രകാരം മുസ്ലിം പരിപാടികളിൽ അങ്ങനെ ചെയ്യുന്നുണ്ടാവാം. കാബയിലേക്ക് തല തിരിച്ചു നിർത്തുക, അതിനെ തല കീഴായിട്ടിടുക, അതോടൊപ്പം തന്നെ ബിസ്മി ചൊല്ലുക, മുസ്ലിമായിട്ടുള്ള അഡൽട്ടായിട്ടുള്ള പ്രായപൂർത്തിയായിട്ടുള്ള മുസൽമാൻ മാത്രം വെട്ടുക, ഇങ്ങനെയുള്ള ചില ആചാരങ്ങളാണ് ഈ ഹലാലിൽ ഉള്ളത് എന്നാണ് എൻ്റെ അറിവ്. പക്ഷേ ഇവിടെ വിഷയം, ഇവിടെ പപ്പടം ഹലാലാണ്, ശർക്കര ഹലാലാണ്, പച്ചക്കറി ഹലാലാണ്. ഈ ഹലാൽ സമ്പ്രദായം നിരോധിക്കണം എന്നാണല്ലോ നിങ്ങൾ ആവശ്യപ്പെട്ടത്. ഈ കശാപ്പ് മാത്രമല്ല, കശാപ്പുമായി മാത്രം ബന്ധപ്പെട്ടാണ് ഈ ഹലാൽ എന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നിരോധിക്കണം എന്നാവശ്യപ്പെടുന്ന ഹലാൽ സമ്പ്രദായം എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അല്ലെ, ഭക്ഷണത്തിൽ ഹലാൽ എന്ന് പറയുന്ന രീതിയിൽ ബോർഡ് വച്ചിരിക്കുന്ന ഹലാൽ സർട്ടിഫിക്കേഷൻ എന്ന പേരിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള ബോർഡുകളും അവിടെ നിന്ന് മറ്റ് ക്രിസ്ത്യൻ സമൂഹത്തെയും ഹിന്ദു സമൂഹത്തെയും അതിൽ തൊഴിലെടുക്കാനുള്ള അവകാശം പോലും നിഷേധിക്കുന്ന ഈ സമീപനം കേരളത്തിൽ അവസാനിപ്പിക്കണം. പുരോഗമനാത്മകമായ മതേതരാത്മകമായിട്ടുള്ള ഒരു സമൂഹത്തിന് ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. വിദേശ രാജ്യങ്ങൾ പലതും ഈ ഹലാൽ ഭക്ഷണ കേരളത്തിൽ മാത്രം അവസാനിപ്പിച്ചാൽ മതിയോ? അല്ല, കേരളത്തിലാണ് അല്ല, ഇപ്പോ സിറിയയിലേക്ക് കൂടുതൽ ആൾക്കാരെ കയറ്റി അയക്കുന്ന ഒരു സ്ഥലം എന്ന നിലയിലും തീവ്രവാദികളുടെ പ്രഭവ കേന്ദ്രം എന്ന നിലയിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ ദേശീയതയ്ക്കെതിരായിട്ട് നീങ്ങുന്ന വിഘടനവാദ ശക്തികളുടെ ഒരാസ്ഥാനം എന്ന നിലയിലും അതിന് തുടർച്ചയായിട്ടാണ് ഈ ഹലാൽ സംവിധാനം ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ഹലാൽ സംവിധാനത്തെ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ സംരക്ഷിക്കുന്നതിലൂടെ തീവ്രവാദികൾ പാകിസ്ഥാൻ വൽക്കരിക്കുന്ന, അതോടൊപ്പം തന്നെ താലിബാൻ തീവ്രവാദികളിലേക്കും മറ്റുള്ളവരിലേക്കും ഒക്കെ പോകുന്നതിന് മുമ്പ് സുരേഷ്, താങ്കൾ ദയവ് ചെയ്ത് താങ്കളുടെ പാർട്ടി ഇപ്പോൾ കേരളത്തിന് മുന്നിൽ വെച്ചിരിക്കുന്ന ആവശ്യം അതെന്താണെന്നൊന്ന് വ്യക്തമാക്കി തരൂ. ഏത് ഹലാൽ സമ്പ്രദായം നിരോധിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ നിരോധിക്കണം എന്നാണ്? നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ഹലാൽ സമ്പ്രദായം എന്താണ്? അല്ല, ഷാനി മനസ്സിലാക്കിയിരിക്കുന്ന ഹലാൽ സംവിധാനം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. നിങ്ങൾ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ദയവ് ചെയ്ത് അതൊന്ന് വിശദീകരിക്കൂ. ഏത് ഈ ഹലാൽ സമ്പ്രദായം നിരോധിക്കണം എന്നാവശ്യപ്പെടുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ഹലാൽ സമ്പ്രദായം എന്താണ്? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ വരുന്ന ശബരിമലയിൽ ഹലാൽ ശർക്കര കൊടുക്കുന്നത് എങ്ങനെയാണ് എന്ന് വിശദീകരിക്കട്ടെ. എങ്ങനെയാണ് ഹലാൽ പപ്പടം കൊടുക്കുന്നത് എന്ന് വിശദീകരിക്കട്ടെ. എങ്ങനെയാണ് ഹലാൽ വെണ്ടയ്ക്ക ഉണ്ടാക്കുന്നത് എന്ന് വിശദീകരിക്കട്ടെ. എങ്ങനെയാണ് ഹലാൽ സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന് വിശദീകരിക്കട്ടെ. ഹലാലിന്റെ എല്ലാം വിശദീകരിക്കണമെങ്കിൽ ഹലാൽ എന്ന വാക്ക് വരുന്ന എല്ലാത്തിനോടും ഈ പ്രശ്നം ഉണ്ടാകണമെങ്കിൽ ഹലാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണമല്ലോ. അപ്പോൾ എന്താണ് ഹലാൽ ശർക്കര? ഹലാൽ ശർക്കര നിർത്തട്ടെ എന്ന് നിങ്ങൾ പറയുന്നു, ഹലാൽ സാമ്പാർ നിർത്തട്ടെ എന്ന് താങ്കൾ പറയുന്നു. എന്താണ് അവിടെ ഹലാൽ എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ ഹലാൽ? വളരെ വ്യക്തമായിട്ട് പറയാം ഷാനി. ഈ ഹലാൽ എന്ന് പറയുന്നത് തീവ്രവാദികളുടെ മത അജണ്ടയാണ്, തീവ്രവാദികളുടെ രാജ്യദ്രോഹ അജണ്ടയാണ്, തീവ്രവാദികൾ വേണ്ടി നടത്തുന്ന പദ്ധതിയാണ്. വന്നിരിക്കുന്നു. ഹലാൽ പപ്പടം എന്താണ്? തീവ്രവാദം അവിടെ നിൽക്കട്ടെ. ഹലാൽ സാമ്പാർ എന്താണ് അത് പറയൂ. പറയേണ്ടത് ഹലാൽ ശർക്കരയും ഹലാൽ ശർക്കരയും സാമ്പാറും ഉണ്ടാക്കുക. ഹലാൽ ശർക്കര ശബരിമലയിൽ കൊണ്ടുപോയ മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന ദേവസ്വം ബോർഡാണ്. എന്താണ് ഹലാൽ ശർക്കര കൊണ്ട് ശബരിമലയിലെ ലക്ഷോപലക്ഷം ഭക്തർക്ക് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഹലാൽ ശർക്കര പ്രശ്നമാണ് എന്ന് നിങ്ങൾ പറയണമെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ഹലാൽ ശർക്കര പ്രശ്നമാണ്, അത് ഇവിടെ ഉപയോഗിക്കരുത്, ഇവിടെ കൊടുക്കരുത് എന്ന് നിങ്ങൾ പറയണമെങ്കിൽ ഹലാൽ ശർക്കര എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകണമല്ലോ. എന്താണ് ഹലാൽ ശർക്കര? അല്ല, ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് മൃഗങ്ങളെ ഇറച്ചിക്ക് വേണ്ടി മൃഗങ്ങളെ വെട്ടുന്നതിന് ഒരു പ്രത്യേക രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ ശർക്കരയും പപ്പടവും സാമ്പാറും ഉണ്ടാക്കുന്നതും ബിരിയാണി ഉണ്ടാക്കുന്നതും ചോറ് വെക്കുന്നതിനും പ്രത്യേക രീതിയിൽ പരാമർശമില്ല. ഇപ്പൊ ഞങ്ങൾ കാണുന്നത് ഉസ്താദ് തുപ്പുന്നതാ കാണുന്നത്.
അപ്പോൾ നിങ്ങൾ ഈ മൃഗങ്ങളെ അറുക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് ഭക്ഷണത്തിന് വേണ്ടി മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഹലാൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് എന്നത് ശ്രീ സുരേഷിന് വ്യക്തതയുണ്ട് അല്ലെ? ഞാൻ അങ്ങനെ കരുതിക്കോട്ടെ. മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, ഭക്ഷണത്തിന് വേണ്ടി കശാപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കൂടി നിലനിൽക്കുന്ന ഒന്നുകൂടിയാണ് ഹലാൽ എന്ന് താങ്കൾക്ക് ബോധ്യമുണ്ട്. ഈ വെജിറ്റേറിയൻ ഫുഡുമായി ബന്ധപ്പെട്ട് ഹലാൽ അനുശാസിക്കുന്ന എന്തെങ്കിലും കാര്യം നിങ്ങൾക്കറിയാമോ? അല്ല ഷാനി, ഈ ഹദീസിനെ സംബന്ധിച്ചും മുസ്ലിം മതത്തെ സംബന്ധിച്ചും ഹലാലിനെ സംബന്ധിച്ചും ഒക്കെ ഉള്ള ഉസ്താദുമാര് ഒത്തിരിയുള്ള കേരളത്തിൽ ഞാൻ എന്തായാലും ആ വേഷം കെട്ടാൻ ഈ സമയത്ത് ഉദ്ദേശിക്കുന്നു. പക്ഷേ നിരോധിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാകണം. നിരോധിക്കണം എന്ന് പറയുമ്പോൾ ഹലാൽ പപ്പടത്തിന് പ്രശ്നമുണ്ട്, ഹലാൽ ശർക്കരയ്ക്ക് പ്രശ്നമുണ്ട്, ഹലാൽ സാമ്പാറുണ്ട്, ഹലാൽ പൊറോട്ടയുണ്ട്, ഇതൊക്കെ പ്രശ്നമാണെന്ന് പറയുമ്പോൾ അത് നിരോധിക്കണം എന്ന് നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ എന്താണ് ഈ ഹലാൽ ശർക്കര, എന്താണ് ഹലാൽ സാമ്പാർ എന്ന് നിങ്ങൾക്ക് പറയാനാകണമല്ലോ. എന്താണ് ഹലാൽ സാമ്പാർ? അല്ല, അതിനിവിടെ ഒരു ഭരണകൂടമുണ്ടല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത്, അതിന് ഭരണകൂടത്തിനോട് നമുക്ക് എങ്ങനെ ചോദിക്കാൻ കഴിയും? ഭരണകൂടത്തിന്റെ പണിയല്ലല്ലോ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഒരു മുദ്രാവാക്യം ഉന്നയിക്കുമ്പോൾ, ഒരു നിരോധന ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ടത് ഭരണകൂടത്തിന്റെ പണിയല്ലല്ലോ. നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ പണിയല്ല. നമുക്ക് കേന്ദ്ര സർക്കാരിനോട് പോയി ചോദിക്കാൻ കഴിയുമോ എന്താണ് ഹലാൽ സാമ്പാർ, എന്താണ് ഹലാൽ ശർക്കര എന്ന്? രാജ്യത്തുമുണ്ടല്ലോ ഹലാൽ ഭക്ഷണം, ഹലാൽ മാംസം എന്നത് രാജ്യത്ത് ഇപ്പോഴും അനുവദനീയമായ ഒരു കാര്യമാണ്. ലോകം മുഴുവൻ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഹലാൽ സമ്പ്രദായം നിരോധിക്കണം എന്ന് കേരളത്തിലെ BJP ആവശ്യപ്പെടുമ്പോൾ എന്താണ് ഈ ഹലാൽ സമ്പ്രദായം, എന്താണ് ഹലാൽ സാമ്പാർ? അല്ല ഷാനി, ഞാൻ പറയുന്നത് പൂർത്തിയാക്കാനൊന്ന് അനുവദിക്കൂ. ഞാൻ പറയുന്നത് ഇവിടുത്തെ എല്ലാ ഹിന്ദു സമൂഹവും, എല്ലാ ക്രിസ്ത്യൻ സമൂഹവും, സാമാന്യ മുസ്ലിം സമൂഹവും, ഇവിടെ മത തീവ്രവാദികൾ മതത്തിൻ്റെതായിട്ടുള്ള പരിപ്രേക്ഷ്യവും മതപരമായിട്ടുള്ള നിയമങ്ങളും സകല മേഖലയിലും അടിച്ചേൽപ്പിച്ച് ഈ കേരളത്തെ മതഭ്രാന്തന്മാരുടെ ഭൂമിയാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൽ ഉത്കണ്ഠാകുലരാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ഹലാൽ എന്ന് പറയുന്ന ഈ പുതിയ ഒരു ഫിനോമിനയെ, ഒരു തന്ത്രത്തെ കാണേണ്ടത്. ഇത് ഒരു സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതല്ല. ഇത് വളരെ ഗൂഢാലോചനയുടെ ഫലമായി ഹലാൽ സാമ്പാറും പൊറോട്ടയും ഒക്കെ ഉണ്ടെന്ന് താങ്കൾ പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ ഹലാൽ സാമ്പാർ എന്ന് താങ്കൾ പറയൂ. അത് നല്ല ഒരു സുന്നി അല്ല, അതൊരു കാര്യം ചെയ്യൂ, എന്നെക്കാളും അതിന് പ്രാപ്തൻ ആ മറ്റേ ഹലാൽ ഭക്ഷണത്തിൽ തുപ്പിയ ആ സുന്നി നേതാവിനെ കൊണ്ടുവന്ന് ചോദിക്കുന്നതാണ് ബെറ്റർ. സുന്നി നേതാവിനെ നിങ്ങൾ വിളിക്കൂ, ഫോണിൽ കിട്ടും, അല്ലെങ്കിൽ വരും. ഭക്ഷണത്തിൽ തുപ്പിയിട്ടുണ്ട് എന്ന് BJP സ്ഥിരീകരിച്ചതാണോ? തുപ്പിയതാണെങ്കിലും ഊതിയതാണെങ്കിലും ഇപ്പൊ ഉസ്താദായതുകൊണ്ട് വായിൽ തുപ്പലല്ലാതെ മറ്റൊന്നും ആയിരിക്കില്ലല്ലോ ഊതുമ്പോഴും വരുന്നത്. ഇത് കോവിഡ് കാലഘട്ടമല്ലേ, മാസ്ക് വെച്ച് ജീവിക്കുന്ന കാലഘട്ടമല്ലേ. അപ്പോൾ ഒരു ഉസ്താദ് ഊതിയാൽ അത് തുപ്പലല്ലാതെ മറ്റെന്തെങ്കിലും തെറിക്കുമോ എന്ന് ഷാനി വിശദീകരിച്ചോളൂ. ഞാൻ മനസ്സിലാക്കുന്നത് വാക്യത്തിൽ ഊതിയാലും തെറിക്കുന്നത് ഉറപ്പായും അതെ. നമുക്കാണെങ്കിൽ എല്ലാ മതത്തിലും ഉണ്ടല്ലോ. ഇപ്പോൾ ഹിന്ദു വിഭാഗത്തിലാണെങ്കിൽ പായസം നൈവേദ്യമായി നമ്മൾ സ്വീകരിക്കുന്നുണ്ട്, അതും പൂജയ്ക്ക് ശേഷമാണ്. പൂജയിൽ മന്ത്രോച്ചാരണങ്ങളുണ്ട്. ആണല്ലോ ശ്രീ സുരേഷ്, ആണല്ലോ അല്ലെ? ആര് ഊതിയാലും ആര് മന്ത്രം ചൊല്ലിയാലും ആര് ഉച്ചരിച്ചാലും അത് പ്രശ്നമാണല്ലോ. തുപ്പി എന്ന് പറയുന്നതും ഊതി എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. അത് താങ്കൾക്ക് അറിയാത്തതല്ല. ഞങ്ങളെല്ലാവരും തുപ്പുന്നതിനാണ് തുപ്പുക എന്ന് പറയുന്നത്, ഊതുന്നതിന് ഊതുക എന്ന് തന്നെ പറയും. ഈ ഇപ്പോൾ പ്രചരിപ്പിച്ച അഥവാ BJP സംസ്ഥാന അധ്യക്ഷൻ അടക്കം പങ്കുവെച്ച ദൃശ്യം കാസർഗോഡ് ജില്ലയിലെ ഉള്ളാൾ ദർഗയിൽ നിന്നുള്ളതാണ്. അവിടെ ഭക്ഷണം തയ്യാറാക്കിയ ശേഷം മന്ത്രി ചൂതുന്ന ദൃശ്യങ്ങളാണ് ഇത്തരത്തിൽ തുപ്പുന്നു എന്ന നിലയിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് എന്നാണ് ഇതുവരെയുള്ള വ്യക്തമായ സ്ഥിരീകരിക്കാവുന്ന വിവരം. അല്ല, ഊതുമ്പോ അതിനകത്ത് എന്താ തുപ്പലിന്റെ അംശങ്ങളില്ലേ? ഉണ്ടാകണമെന്ന് നിർബന്ധമില്ലല്ലോ ഷാനിക്ക്. ഇല്ല, അത് വരില്ല എന്ന സുരേഷ്. ഉണ്ടാകണമെന്ന് നിർബന്ധമില്ലല്ലോ. തുപ്പലിന്റെ അംശം വരില്ല എന്ന് ഉറപ്പാണ്. സംസാരിക്കുമ്പോഴും ഉണ്ടാകാമല്ലോ, സംസാരിക്കുമ്പോഴും തുപ്പലിന്റെ അംശം ഉണ്ടാകാമല്ലോ അല്ലെ? അപ്പോൾ നമ്മൾ ഇനി സംസാരിക്കരുതെന്ന് പറയുമോ? സംസാരിക്കുമ്പോഴും തുപ്പൽ തെറിക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇനി സംസാരിക്കാതിരിക്കണോ? അല്ല, അത് ഉണ്ടാകുമെന്ന് സമ്മതിച്ചാൽ മതി. അതാണ് ഞാൻ ചോദിച്ചത്. അത് എല്ലായിടത്തും ഉണ്ടല്ലോ. ഭക്ഷണ സാധനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ആചാരം നിർവഹിക്കുന്നത്, മന്ത്രോച്ചാരണങ്ങൾ, ജപം ചൊല്ലുന്നത്, ഊതുന്നത് ഒക്കെ എല്ലാ മതത്തിലുമുണ്ട്. അവിടെ ഇതിനെ ഹലാലുമായി കൂട്ടിക്കുഴയ്ക്കുന്നതിന്റെ സാഹചര്യം കൂടി ഒന്ന് പറയാമോ? എന്താണ് ഹലാലും തുപ്പലും തമ്മിലുള്ള ബന്ധം?
അല്ല, ആ ഭക്ഷണം എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ? ഹലാലും തുപ്പലും തമ്മിലുള്ള ബന്ധമാണ് ഞാൻ ചോദിച്ചത്. താങ്കളെ ആരും അത് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നില്ലല്ലോ. ഒരു നിയന്ത്രണം ഒരു മനുഷ്യനെയും അയാൾ ആഗ്രഹിക്കാത്ത ഭക്ഷണം കഴിക്കാൻ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കില്ല. നമുക്കറിയാം, അത് വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. ഞാൻ ചോദിച്ചത് ഹലാൽ ഭക്ഷണത്തിന്റെ ഭാഗമായി ഇപ്പോൾ തുപ്പിക്കൊണ്ടിരിക്കുന്നു എന്നും താങ്കൾ പറഞ്ഞല്ലോ. ഹലാലും തുപ്പലും തമ്മിലുള്ള ബന്ധം എന്താണ്? അല്ല, ഇതൊക്കെ ചോദിക്കേണ്ടത് ആ തുപ്പിയ ഉസ്താദിനെ വിളിച്ച് എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യം. അതെങ്ങനെയാണ്? അതിൽ പ്രശ്നമുള്ളത് നിങ്ങൾക്കാണ്. നിങ്ങൾക്കാണ് ഇതിൽ പ്രശ്നമുള്ളത്. ഇത് നിരോധിക്കണം എന്നും ഇത് മതവർഗീയതയാണെന്നും തീവ്രവാദമാണെന്നും പറയുന്നത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ അതിൽ കാണുന്ന പ്രശ്നം എന്താണെന്ന് പറയൂ. ഹലാലും തുപ്പലും തമ്മിലുള്ള ബന്ധം എന്താണ്? ഏത് ഹലാൽ ചിട്ടപ്രകാരമാണ് തുപ്പണം എന്ന് പറയുന്നത്? ഷാനിക്കറിയോ, യൂറോപ്യൻ രാജ്യങ്ങൾ 10-11 യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഹലാൽ ഭക്ഷണം നിരോധിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഇതേ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള വിമാനങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഹലാൽ ഭക്ഷണം വേണോ വേണ്ടയോ എന്ന് പറയാനുള്ള അവകാശമുണ്ട് എന്ന് താങ്കൾക്കും അറിയാമല്ലോ ശ്രീ സുരേഷ്, അല്ലേ? ഇന്റർനാഷണൽ ഫ്ലൈറ്റുകളിൽ മുഴുവൻ നിങ്ങൾക്ക് ഹലാൽ ഫുഡ് വേണോ വേണ്ടയോ എന്ന് പറയാനുള്ള അവകാശം പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് താങ്കൾക്ക് അറിയാമല്ലോ. പല രാജ്യങ്ങളും യൂറോപ്പിന്റെ കാര്യം വിടൂ ശ്രീ സുരേഷ്. യൂറോപ്പിന്റെ കാര്യമോ ഒന്നുമല്ല ഞാൻ ചോദിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ ഹലാൽ സമ്പ്രദായം നിരോധിക്കണം എന്ന് നിങ്ങൾ പറയുമ്പോൾ എന്തൊക്കെ നിരോധിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്? കേൾക്കുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകരുതല്ലോ. അതിനിടയിൽ നിങ്ങൾ ഒരു തുപ്പൽ കൊണ്ടുവരുന്നു. ഹലാലും തുപ്പലും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഹലാലിനെ കുറിച്ച് അറിയാവുന്നവർ അന്തം വിടുന്നു. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താണ്? അല്ല, ഞാൻ ചോദിക്കുന്നത്, ഞാൻ വളരെ വ്യക്തമായി ചില ചോദ്യങ്ങൾ ചോദിച്ചല്ലോ. ആ ചോദ്യം എയറിലുണ്ടല്ലോ. ഞാൻ വിശദീകരിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടില്ല. താങ്കൾ ഹലാൽ സാമ്പാർ എന്ന് പറഞ്ഞു, ഹലാൽ പപ്പടം എന്ന് പറഞ്ഞു, ഹലാൽ ശർക്കര എന്ന് പറഞ്ഞു. അതിനെയൊക്കെ എങ്ങനെയാണ് ഹലാലുമായി ബന്ധിപ്പിക്കാവുന്നത് താങ്കൾ പറഞ്ഞില്ല. അതുകൂടി സ്ഥിരീകരിച്ചിട്ട് വേണമല്ലോ BJP പോലെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ഘടകം, സംസ്ഥാന അധ്യക്ഷൻ ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങളും നിരോധനാവശ്യവും ഉന്നയിക്കാൻ. അല്ല, സംസ്ഥാന അധ്യക്ഷൻ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആധികാരികതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പല രാജ്യങ്ങളും ഇസ്ലാമിക ഭീകരത പല രീതിയിൽ മനുഷ്യ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും മതപരമായിട്ടുള്ള കാര്യങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. ഹലാൽ സംവിധാനം നിരോധിച്ചിട്ടുണ്ട്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് അതെന്തുകൊണ്ടില്ല? ഒരു ഹോട്ടലിൽ ഭക്ഷണം ഉണ്ടാക്കുന്നവൻ മുസൽമാനായിരിക്കണം എന്ന് നിഷ്കർഷിക്കുന്ന വെബ്സൈറ്റിൽ ഹലാൽ ഭക്ഷണം ഉണ്ടാക്കുന്നവൻ മുസൽമാനായിരിക്കണം എന്ന് നിഷ്കർഷിക്കുന്ന ഒരു സംവിധാനം നിലനിൽക്കുമ്പോൾ അത് ഇന്ത്യൻ നിഷ്കർഷിക്കുന്നത് ഭക്ഷണം ഉണ്ടാക്കുന്നവൻ മുസ്ലിം ആയിരിക്കണം എന്ന് നിഷ്കർഷിക്കുന്നത് എവിടെയാണ്? അല്ല, അത് ബിസ്മി ചൊല്ലണമെന്നും അതോടൊപ്പം തന്നെ കഅബയിലേക്ക് തിരിച്ചു നിർത്തി വെട്ടണമെന്നും അങ്ങനെ വെട്ടിയാൽ രക്തം മുഴുവൻ വാർന്നു പോകുന്നവർ നിൽക്കണമെന്നും മനസ്സിലാകുന്നത് ഹലാൽ സമ്പ്രദായം നിരോധിക്കണം എന്നാവശ്യപ്പെടുമ്പോഴും എന്താണ് ഹലാൽ സമ്പ്രദായം എന്ന കാര്യത്തിൽ BJPക്ക് വ്യക്തതയില്ല എന്നാണ് താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞല്ലോ. എന്നാണോ ഷാനി പറയുന്നത്? അതെ, ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയുവാൻ ഷാനിക്കും സാധിച്ചിട്ടില്ല. ശ്രീ സുരേഷ്, ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിനും താങ്കൾക്ക് ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഹലാൽ സമ്പ്രദായം എന്താണെന്ന് അറിയാതെയാണ് BJP അത് നിരോധിക്കാൻ ആവശ്യപ്പെടുന്നത് എന്നത് ഈ 17 മിനിറ്റ് കൊണ്ട് വ്യക്തമായ സ്ഥിതിക്ക് നമുക്ക് അത് എന്താണെന്ന് അറിയാവുന്ന ഒരാളോട് അത് ചോദിച്ചിട്ട് തിരിച്ചു വരാം. ദയവായി എങ്കിൽ താങ്കൾ പറയണം, എന്താണ് ഹലാൽ സാമ്പാർ, എന്താണ് ഹലാൽ പൊറോട്ട, എന്താണ് ഹലാൽ പപ്പടം? രണ്ടുപേർക്കും ഉത്തരമില്ലാത്തതിന് കാരണം പറയാൻ ബാധ്യതയുള്ള ആൾക്കാരല്ല ഈ സംസ്കാരം കേരളത്തിൽ അടിച്ചേൽപ്പിക്കുന്നത് എന്നുള്ളതാണ്. അല്ല, ഇത് നിങ്ങളോട് ഞാൻ ചോദിച്ചല്ലോ, എന്താണ് ഉത്തരം? ഇവിടെ ശർക്കരയിൽ ഹലാലാകുന്നത് എങ്ങനെയാണ്? അതാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. ഹലാൽ ശർക്കര എന്ന് പറയുന്നത് എന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന്. ശബ്ദം വരുന്നു. ഞാൻ തിരിച്ചു വരാം. ശ്രീ MN കാരശ്ശേരി, എന്താണ് ഇസ്ലാം മതം അനുശാസിക്കുന്ന ഹലാൽ, എന്താണ് ഹറാം, എന്താണ്? ഷാനി, ഹലാൽ എന്ന അറബി വാക്കിന് അനുവദനീയം എന്നാണ് അർത്ഥം. അത് നിഷിദ്ധം എന്ന അർത്ഥത്തിലുള്ള ഹറാം എന്ന വാക്കിൻ്റെ നേർവിപരീതമാണ്. അങ്ങനെ രണ്ട് സങ്കല്പം ഇസ്ലാമിക സംസ്കാരത്തിലുണ്ട്. ഇന്നതൊക്കെ ഹറാമാണ്, ഇന്നതൊക്കെ ഹലാലാണ്.
അതിൽ രക്തം ഹറാമാണ് എന്നുണ്ട്, രക്തം കഴിക്കാൻ പാടില്ല. അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി ഒരു കോഴിയെയോ ആടിനെയോ പോത്തിനെയോ വെട്ടുമ്പോൾ അതിൻ്റെ കഴുത്ത് വെട്ടി രക്തം മുഴുവൻ വാർന്നു പോയ ശേഷം മാത്രമേ ആ ഇറച്ചി കഴിക്കാവൂ എന്നുണ്ട്. അപ്പോഴേ അത് ഹലാലാവുകയുള്ളൂ. മീന് ഈ പ്രശ്നമില്ല, കാരണം ഈ അളവിൽ രക്തമല്ല മീൻ. അപ്പോൾ ഇത് ഹലാൽ മീറ്റ് എന്ന് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ പറയുന്ന സാധനം, എല്ലായിടത്തും പറയുന്ന സാധനം ഇപ്പോൾ കേരളത്തിൽ 1000 കൊല്ലമായി ഇസ്ലാം മതമുണ്ട്. ഇങ്ങനൊരു സമൂഹം ഇവിടെ ഉള്ളതിന് തെളിവുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്തൊരു പ്രശ്നമാണ് ഇവിടെ മുസ്ലിങ്ങളുടെ കൊലത്തൊഴിലായിട്ട് നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന പ്രധാനമായും കച്ചവടമാണ്. ഈ ഗൾഫൊക്കെ വരുന്നതിന് മുമ്പേ അതിൽ തേങ്ങാ കച്ചവടം, മരക്കച്ചവടം പോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹോട്ടൽ കച്ചവടമാണ്. അതിപ്പോൾ അന്നും ഇന്നും അങ്ങനെയാണ്. കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ഹോട്ടൽ നടത്തുന്നതിൽ മുസ്ലിങ്ങളുണ്ട്. അപ്പോൾ സുരേഷ് പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്കൊരു ചെറിയ കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, ഹലാലായിട്ട് ഭക്ഷണം കഴിക്കാൻ ആ ആടിനെ അല്ലെങ്കിൽ ആ പോത്തിനെ അല്ലെങ്കിൽ ആ കോഴിയെ വെട്ടുമ്പോൾ ആ വെട്ടുന്ന ആൾ മുസൽമാനാവണമെന്നുണ്ട്. അല്ലാതെ അത് കറി വെക്കുന്ന ആളുടെ മതമൊന്നും അതിനകത്തൊരു വിഷയമല്ല. അതിന് തെളിവ് കേരളത്തിലെ അനേകായിരം ഹോട്ടലുകളിൽ, മുസ്ലിങ്ങളുടെ ഹോട്ടലുകളിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഈ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ ഹിന്ദുക്കളുടെ ഹോട്ടലിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജോലി ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യാനികളുടെ ഹോട്ടലിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നും ഒരു പ്രശ്നമില്ല. ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് BJP ആണ്. BJPക്ക് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നവും ചർച്ച ചെയ്യാനില്ല. ചർച്ച ചെയ്യാൻ തന്നെ അറപ്പുണ്ടാക്കുന്ന കാര്യങ്ങളാണ് കേൾക്കുന്നത്. കഴിക്കാനുള്ള ജന്തുവിനെ കശാപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ കഴുത്ത് കൃത്യമായി കണ്ടിച്ച് ചോര പുറത്തേക്ക് ഒഴിക്കണം എന്നുള്ള ഒരു സംഗതി എങ്ങനെയാ വെണ്ടയ്ക്ക് ബാധകാവുക, എങ്ങനെയാ ശർക്കരയ്ക്ക് ബാധകാവുക? ഇപ്പോൾ വന്ന് ഹോട്ടലുകളുടെ പട്ടിക പ്രസിദ്ധീകരിക്കുകയും ഈ ഹോട്ടലുകളിൽ മാത്രം ഈ വിഭാഗക്കാർ കയറുക എന്ന് ഇറക്കുകയും BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ പരസ്യമായ ആ നിലപാട് പ്രഖ്യാപിക്കാനും ആഹ്വാനം ചെയ്യാനും തയ്യാറാകുന്നിടത്താണ് അപായ സൂചന ഉണ്ടാകുന്നത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി G. ജയപാൽ, ഇത് ഹോട്ടലുകളെ ബാധിച്ചിട്ടുണ്ടോ? ഹലാൽ ബോർഡുകൾ എടുത്തു മാറ്റാൻ നിങ്ങൾ നിർബന്ധിതരായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ഹോട്ടലുകളെ തൊട്ടും തന്നെ ബാധിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ നമുക്ക് നേരത്തെ ഇവിടെ കാരശ്ശേരി മഷൊക്കെ പറഞ്ഞു, സമൂഹത്തിൽ നേരത്തെ തന്നെ ഇങ്ങനെ ഹലാൽ ബോർഡ് വെച്ച് കച്ചവടം ചെയ്തുകൊണ്ടിരുന്നു. എന്താണ് ഹലാൽ എന്ന് നാം ആദ്യം മനസ്സിലാക്കണം. ഇവിടെ ഹലാൽ എന്ന് പറയുമ്പോൾ, ഹോട്ടലുകളിലെ ഹലാൽ എന്ന് പറയുമ്പോൾ മാംസം, അതായത് രക്തം കളഞ്ഞതിന് ശേഷം അറുത്ത മാംസം കൊടുക്കുക എന്ന് മാത്രമേ ഹോട്ടലുകളിലെ ഹലാലുമായിട്ട് ബന്ധമുള്ളൂ. മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ആരാണ് ഇറച്ചി? ഹോട്ടലുകളിൽ ഇറച്ചി വെട്ടുന്നില്ല, ഞങ്ങൾ ഇറച്ചി വാങ്ങിച്ചാണ് കൊടുക്കുന്നത്. അപ്പം ഹലാലും ഹോട്ടലുമായിട്ട് ഒരു ബന്ധവുമില്ല. പിന്നെ ആകെപ്പാടെ ഞങ്ങൾ ചെയ്യുന്ന എന്താണ്? ഹലാൽ ബോർഡ് വെക്കുന്നു. അത് വെജിറ്റേറിയൻ ബോർഡ് വെക്കുന്നു, നോൺ വെജിറ്റേറിയൻ ബോർഡ് വെക്കുന്നു, അതേമാതിരി ഹലാൽ ബോർഡ് വെക്കുന്നു. മലപ്പുറത്ത് ഇപ്പോൾ ചെന്ന് നോക്കി കഴിഞ്ഞാൽ ഹലാൽ ബോർഡ് കാണാനുണ്ടാവില്ല. അതുവരെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊന്നും തന്നെ ഹലാൽ ബോർഡ് വെക്കുന്നുണ്ടാവില്ല. എവിടെയാണ് ഹലാൽ ബോർഡ് വെക്കുന്നത്? മുസ്ലിം ന്യൂനപക്ഷ പ്രദേശങ്ങളിൽ മുസ്ലിം സമുദായം ഹലാൽ ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് അവരെ തങ്ങളുടെ കടകളിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഹലാൽ ബോർഡ് വയ്ക്കുന്നു. അതിലെന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ശബരിമല കാലത്ത് വെജിറ്റേറിയൻ ബോർഡ്, നോൺ വെജിറ്റേറിയൻ ഹോട്ടൽ പോലും വൃത്തിയായിട്ട് കഴുകി ശുദ്ധീകരിച്ച് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം ശബരിമല ഭക്തർക്ക് വേണ്ടിയിട്ട് അവിടെ വെജിറ്റേറിയൻ ഹോട്ടൽ സ്ഥാപിക്കുന്നുണ്ട്. എന്തിനാ സ്ഥാപിക്കുന്നത്? ഞങ്ങൾ സ്ഥാപിക്കുന്നത് ഞങ്ങളുടെ ബിസിനസിന്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ബ്രാഹ്മിൺസ് റെസ്റ്റോറന്റ് ഉണ്ട്. നാളെ പറയുകയാണ് ബ്രാഹ്മിൺസ് ഒരു മതത്തിന്റെ പേരാണ്, അതുകൊണ്ട് ബ്രാഹ്മിൺസ് റെസ്റ്റോറന്റ് വെക്കാൻ പാടില്ല, അതല്ലെങ്കിൽ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ്. ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയെ, ഹോട്ടൽ ഇൻഡസ്ട്രിയെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവയെ ഉന്മൂലനം ചെയ്യാൻ നമുക്കറിയാം. ഇപ്പൊ ഈ ഭക്ഷണ മേഖല എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഉപജീവനത്തിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ബിസിനസ് നടത്തുന്നത്. അതല്ലാതെ ഓരോ മതത്തിന്റെയും മതാചാരങ്ങൾ സംരക്ഷിക്കേണ്ട ചുമതല ഇവിടുത്തെ ഹോട്ടലുകാർക്കില്ല. ഞങ്ങളുടെ ബിസിനസ്സിന് എന്താണ് വേണ്ടത്? ബിസിനസ്സിലേക്ക് ഉപഭോക്താക്കളെ ആകർഷിക്കാനുള്ള എല്ലാ വഴിയും ഞങ്ങൾ സ്വീകരിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം പറയാം, ഏതെങ്കിലും സംഘടനകൾ വർഗീയമായിട്ടൊരു വേർതിരിവ് ഉണ്ടാക്കാനായിട്ട് ഹോട്ടൽ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നാൽ നടക്കുമെന്നുള്ളൊരു വിശ്വാസവും എനിക്കില്ല. കാരണം ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. എതിർപ്പ് ഏത് ഭാഗത്ത് നിന്നാലും, ഏത് മതവിഭാഗത്തിന്റെ ഭാഗത്തു നിന്നായാലും
ഏത് രാഷ്ട്രീയ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നായാലും എതിർപ്പുകൾ വരുന്തോറും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മാറുകയാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ കോഴിക്കോട്ട് പല ഹോട്ടലുകളുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് 2 വിഭാഗങ്ങൾ പരസ്പരം ചെളി വാരി എറിയുന്നുണ്ട്. വർഷങ്ങളായിട്ട് ഹോട്ടലുകൾ നടത്തുന്നവരാണ്. ആരുടെ ഭാഗത്താണ് അവർ ചെളി എറിയുന്നത്? സ്വന്തം മുഖത്തേക്ക് തന്നെയാണ് ഇവർ ചെളി വാരി എറിയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളോട് പറയുവാനുള്ളത്, ഞങ്ങളാരും മാനത്തുനിന്ന് പൊട്ടി വീണവരല്ല. ഞങ്ങൾ ഓരോ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും സ്വന്തം ഉപജീവനത്തിന് വേണ്ടിയിട്ട്, ഞങ്ങളിൽ BJP-കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, മാർക്സിസ്റ്റുകാരുണ്ട്, മുസ്ലിം ലീഗുകാരുണ്ട്. അപ്പം ഞങ്ങളാരും മാനത്തുനിന്ന് പൊട്ടി വീണവരല്ല. ഞങ്ങൾക്ക് ഉപജീവനം ചെയ്യാനുള്ള ഞങ്ങളുടെ അവകാശത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അതേ നാണയം എന്ന് പറയുമ്പോൾ അക്രമത്തെ അക്രമം കൊണ്ടല്ല, ഞങ്ങളുടെ കയ്യിൽ വേറെ വലിയ ബലമുണ്ട്. അത് ഞങ്ങളുടെ വോട്ട് ബാങ്കാണ്. ഞങ്ങളത്ര നിസ്സാരക്കാരൊന്നുമില്ല. കേരളത്തിൽ 1 ലക്ഷത്തോളം ഹോട്ടലുകാരും അവരെ ആശ്രയിച്ച് കഴിയുന്ന ഏതാണ്ട് 25-30 ലക്ഷത്തോളം തൊഴിലാളികളും മറ്റ് പരോക്ഷമായിട്ടുള്ള ഒത്തിരിയേറെ ജനവിഭാഗങ്ങളും ഞങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങളെ വർഗീയമായിട്ട് വിഭജിക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല. 1964 രൂപീകൃതമായൊരു സംഘടനയാണ് KHRA. ആ സംഘടനയുടെ കീഴിൽ ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടുകൂടി ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും ശ്രീ ജയപാൽ ഇത്രയും ശക്തമായ സുദൃഢമായ നിലപാട്, ഞങ്ങളുടെ വർഗീയമായി വിഭജിക്കാൻ ആരും വരണ്ട എന്ന വ്യക്തമായ നിലപാട് ഇപ്പോൾ കേരളത്തിന് മുന്നിൽ പറഞ്ഞതിന് ഈ ഘട്ടത്തിൽ തന്നെ ഞാൻ താങ്കളോട് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചർച്ചയുടെ പൂർണ്ണരൂപം കാണുവാനായി മനോരമ ന്യൂസ് ചാനലിന്റെ സോഷ്യൽ മീഡിയ സൈറ്റുകളോ യൂട്യൂബ് ചാനലോ സന്ദർശിക്കുക.